മർമ്മം നോക്കിയുള്ള നല്ല അടിയാണെങ്കിൽ ഒരൊറ്റ അടി മതി ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ഏത് കൊലകൊമ്പനെയും വീഴ്ത്താൻ. വർഗീയ വിഷം ചീറ്റി നിൽക്കുന്ന നരേന്ദ്രമോദിയെയും അങ്ങനെ മർമ്മം നോക്കിയുള്ള ഒരൊറ്റ അടിയിലൂടെ പ്രിയങ്ക ഗാന്ധി തകർത്തു കളഞ്ഞു. इंदिरा गांधी ने अपना सोना जब जंग हुई थी अपना सोना देश को दिया. मेरी मां का मंगलसूत्र इस देश को कुर्बान हुआ है. രണ്ട് വാചകങ്ങൾ ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ചെയ്തതെന്ത് എന്ന് ഈ രാജ്യത്തോട് പ്രിയങ്ക ഗാന്ധി വിളിച്ചു പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ആ മംഗല്യസൂത്ര നുണക്കഥയുണ്ടല്ലോ, അത് പൊളിഞ്ഞടുങ്ങുകയാണ്. ഈ രാജ്യം യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ, രാജ്യത്തിൻ്റെ ഖജനാവിൽ ഫണ്ട് തികയാതെ വന്നപ്പോൾ സ്വന്തം സ്വർണമൂരി രാജ്യത്തിന് സംഭാവന നൽകിയ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി തൻ്റെ മംഗല്യസൂത്രം ത്യജിക്കേണ്ടി വന്ന സോണിയാഗാന്ധി എന്ന ആ അമ്മയെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി ആ രണ്ട് വാചകങ്ങൾ പറയുമ്പോൾ നരേന്ദ്രമോദി നാടൊട്ടുക്ക് ഇപ്പോൾ 2 ദിവസമായി ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മംഗല്യസൂത്ര പിടിച്ചുപറി കഥ പൊളിഞ്ഞടുങ്ങുക തന്നെയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മംഗല്യസൂത്രം മുഴുവൻ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമത്രേ. 55 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചു കോൺഗ്രസ്. ഏത് ഹിന്ദു സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന താലിമാലയാണ് കോൺഗ്രസ്സുകാർ പിടിച്ചെടുത്തിട്ടുള്ളത്? അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അനുഭവം നമ്മുടെ മുന്നിൽ കടൽ പോലെ കിടക്കുന്നു. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ലജ്ജയുമില്ലാതെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ മംഗല്യസൂത്രം പിടിച്ചു പറിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പ്രസംഗിച്ച് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസമുണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. നരേന്ദ്രമോദിയുടെ ഓരോ ദുഷ്പ്രചരണത്തിനും നിമിഷങ്ങൾക്കകം മറുപടി നൽകാൻ പ്രചരണ വേദികളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നു. പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയുടെ ഈ മംഗല്യസൂത്ര ആരോപണത്തിന് നൽകിയ ബംഗളൂരുവിലെ മറുപടിയും ആ അർത്ഥത്തിൽ തന്നെ BJPയുടെ ഒരു വലിയ പ്രചരണ തന്ത്രത്തിൽ തന്നെ ഇല്ലാതാക്കി കളയുന്നതാണ്. ഇപ്പം 400 എന്ന് നരേന്ദ്രമോദി പറഞ്ഞു നടന്നപ്പോൾ ഈ 400-ന് വേണ്ടി മോദി വാദിക്കുന്നത് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെയും പിന്നോക്കക്കാരുടെയും അവകാശങ്ങൾ എടുത്തു കളയുക എന്ന ഭരണഘടന തിരുത്തൽ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചു. അതൊരു വലിയ തരംഗമായി മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അത് പിൻവലിച്ചത്. മുസ്ലിം വിരോധം പ്രസംഗിച്ചു. അതിനെതിരായി രാജ്യമൊട്ടാകെ പ്രതിഷേധമുയർന്നു. പ്രതിപക്ഷ നേതാക്കൾ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് വേദികളിൽ അത് ഉന്നയിച്ചു. ഉടനെ അത് പിൻവലിച്ചു. ഇപ്പോൾ മംഗല്യസൂത്രത്തിലാണ് പിടിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ അത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന്. അതിനെയാണ് പ്രിയങ്ക ഗാന്ധി ഇല്ലാതാക്കി കളഞ്ഞത്. ശരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് അത് ഉറപ്പായും പറയാൻ കഴിയുന്ന ഒരാളാണ്. ഈ രാജ്യത്തിന് വേണ്ടി തൻ്റെ കഴുത്തിൽ കിടന്ന, തൻ്റെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും സംഭാവന നൽകിയ ഇന്ദിരാഗാന്ധി, ഈ രാജ്യത്തിന് വേണ്ടി തൻ്റെ മംഗല്യസൂത്രം ത്യജിക്കേണ്ടി വന്ന സോണിയാഗാന്ധി എന്ന അവരുടെ അമ്മ, ആ 2 സ്ത്രീകൾ മാത്രം പോരെ ഈ രാജ്യത്തിൻ്റെ മുന്നിൽ നരേന്ദ്രമോദിയുടെ മംഗല്യസൂത്ര നുണ പൊളിയാൻ? അവിടെയാണ് കോൺഗ്രസ് മുമ്പെങ്ങുമില്ലാത്ത വിധം നരേന്ദ്രമോദിയുടെ നുണപ്രചരണങ്ങളെ പൊളിക്കാൻ, അത് നിയമപരമായി നേരിടുന്നത് ഒരു വശത്ത്, ജനങ്ങളുടെ മുന്നിൽ തന്നെ പൊളിച്ചടുക്കാൻ ധീരതയോടെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമാകുന്നതും. कैसी कैसी बहकी बहकी बातें पिछले 2 दिनों में अब ये शुरू हुआ है कि कांग्रेस पार्टी चाहती है कि आपके मंगलसूत्र और आपका सोना आपसे छीन ले. 70 सालों से ये देश स्वतंत्र है. 55 सालों के लिए कांग्रेस की सरकार रही है. किसी ने आपसे सोना छीना, आपके मंगलसूत्र छीने? इंदिरा गांधी ने अपना सोना जब जंग हुई थी अपना सोना देश को दिया. मेरी मां का मंगलसूत्र इस देश को कुर्बान हुआ है. मेरी माताओं बहनों, ये आपका मंगलसूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने आया हूं. इंदिरा गांधी ने अपना सोना जब जंग हुई थी अपना सोना देश को दिया. मेरी मां का मंगलसूत्र इस देश को कुर्बान हुआ है. कैसी कैसी बहकी बहकी बातें पिछले 2 दिनों में अब ये शुरू हुआ है कि कांग्रेस पार्टी चाहती है कि आपके मंगलसूत्र और आपका सोना आपसे छीन ले. 70 सालों से ये देश स्वतंत्र है.
55 सालों के लिए कांग्रेस की सरकार रही है। किसी ने आपसे सोना छीना, आपके मंगलसूत्र छीने। इंदिरा गांधी ने अपना सोना, जब जंग हुई थी, अपना सोना देश को दिया। मेरी मां का मंगलसूत्र इस देश को कुर्बान हुआ है। और अगर मोदी जी मंगलसूत्र का महत्व समझते तो वो ऐसी अनैतिक बातें नहीं करते। किसान पर कर्ज चढ़ता है तो उसकी पत्नी अपने मंगलसूत्र को गिरवी रखती है। बच्चों की शादी होती है या दवाई की जरूरत होती है तो महिलाएं अपने गहने गिरवी रखती हैं। ये बात ये लोग नहीं समझते। और इसका प्रमाण ये है कि जब नोटबंदी हुई और महिलाओं की बचत इन्होंने ली, इन्होंने कहा कि बैंकों में पहुंचाओ, तब मोदी जी कहां थे? तब मोदी जी क्या कह रहे थे? ले रहे थे आपसे। मणिपुर में एक जवान की बीवी को का वस्त्र हरण करके पूरे देश के सामने चलाया। मोदी जी चुप थे, कुछ नहीं बोले। उसके मंगलसूत्र के बारे में नहीं सोचा उन्होंने। जब देश में उन्होंने कहा कि कल से लॉकडाउन हो जाएगा और सारे मजदूर पूरे देश भर से, बेंगलोर से भी, यूपी, बिहार, अलग अलग जगहों में पैदल निकले क्योंकि इन्होंने ट्रेनें बंद कर दी, बस बंद कर दी। तब जब खाना नहीं मिल रहा था शहरों में, जब कोई चारा नहीं था, तो महिलाओं ने अपने गहने, अपनी बचत गिरवी रखी। तब मोदी जी कहां थे? किसान आंदोलन हुआ, 600 किसान शहीद हुए। उनकी विधवाओं के मंगलसूत्र के बारे में सोचा मोदी जी ने? पलक नहीं झपकाई उन्होंने। और आज चुनाव के लिए, वोटों के लिए महिलाओं को ऐसी बातें कर रहे हैं, डरा रहे हैं ताकि डर के वो वोट दें। शर्म आनी चाहिए उनको, शर्म आनी चाहिए। कैसी कैसी बहकी बहकी बातें। पिछले 2 दिनों में अब ये शुरू हुआ है कि कांग्रेस पार्टी चाहती है कि आपके मंगलसूत्र और आपका सोना आपसे छीन ले। 70 सालों से ये देश स्वतंत्र है। 55 सालों के लिए कांग्रेस की सरकार रही है। किसी ने आपसे सोना छीना, आपके मंगलसूत्र छीने। इंदिरा गांधी ने अपना सोना, जब जंग हुई थी, अपना सोना देश को दिया। मेरी मां का मंगलसूत्र इस देश को कुर्बान हुआ है। मेरी माताओं बहनों, ये आपका मंगलसूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने आया हूं। इंदिरा गांधी ने अपना सोना, जब जंग हुई थी, अपना सोना देश को दिया। मेरी मां का मंगलसूत्र इस देश को कुर्बान हुआ है। പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്